സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വീതം ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നൽകിക്കൊണ്ട് വിജയിയായി പ്രഖ്യാപിക്കാറുണ്ട്. സോ നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടാൽ മതി. ദെൻ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം. ആദ്യത്തെ കോൾ ഇന്ത്യ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഹരിയാന പവർ പർച്ചേസ് സെന്ററുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൾ ഇന്ത്യ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ ടാറ്റ പ്ലേ എന്നുള്ള ഇതിനകത്ത് കമ്പനിയിൽ 30% ഓഹരികൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വാങ്ങുന്നത് വാൾട്ട് ഡിസ്നിയിൽ നിന്നാണ്. അവരത് വാങ്ങാൻ ശ്രമിക്കുന്നത്. അവരായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദാന്ത ലിമിറ്റഡ് ഇന്ന് സ്റ്റോക്ക് പ്രൈസ് ഇടിയുകയും ചെയ്തിരുന്നു. അതുകൂടാതെ രണ്ട് ന്യൂസാണ് വന്നത്. ഒന്ന് വേദാന്തയുടെ എന്താ പറയാ GQG എന്നുള്ള കമ്പനി വേദാന്തയുടെ 2% സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊരു ന്യൂസും വന്നിരുന്നു. രണ്ടാമത്തേത് വേദാന്തയുടെ പ്രൊമോട്ടേഴ്സ് GQGയിലുള്ള അവരുടെ സ്റ്റേക്ക് $1 ബില്യൺ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നിങ്ങനെ രണ്ട് വാർത്ത വന്നിരുന്നു. എന്തായാലും വേദാന്തയുടെ സ്റ്റോക്ക് പ്രൈസ് ഇടിയുകയാണ് ചെയ്തത്. ദെൻ ടാറ്റ പവർ, ടോറന്റ് പവർ, ബെൽ ഈ കമ്പനികളൊക്കെ ഇന്ന് 6% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളെ ഇന്ത്യ എക്കണോമിയെ കുറിച്ചൊക്കെയുള്ള കുറെ അഭിപ്രായങ്ങളും അതേപോലെ മോർഗൻ സ്റ്റാൻലി എന്നുള്ള അനലിസ്റ്റിന്റെ കുറെ കമന്റുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ള. എനർജി സെക്ടറിൽ ഇന്ത്യ എന്താ പറയാ സ്വയം പര്യാപ്തമാകും എന്നൊക്കെയുള്ള ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് ഈ സംഭവങ്ങൾ ഇന്ന് ഇത്രയും അടിച്ചു കയറിപ്പോയത്. മുത്തൂറ്റ് ഫിനാൻസ് 5% ഒരു ഗ്രോത്ത് ആണ് ഇന്ന് ഉണ്ടായത്. കാരണം ക്വാർട്ടർലി റിസൾട്ട് സൂപ്പർ ആയിരുന്നു അവരുടേത്. ദെൻ ആക്സിസ് ബാങ്ക് എന്താ പറയാ ഇന്ന് 2% ഫോളാണ് രേഖപ്പെടുത്തിയത്. കാരണം 5100 കോടിയുടെ ഒരു സ്കാം നടന്നിട്ടുണ്ട് എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു കേസ് ഫയൽ ചെയ്തിട്ട് വാദിക്കുന്നത്. കാരണം അനധികൃതമായിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇത്രയും പണം അവർ പിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അത് ആ സ്റ്റോക്കിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ദെൻ NMDC ഷെയർസ് 52 വീക്സ് ഹൈയിൽ എത്തി നിൽക്കുകയാണ്. കാരണം നല്ല ക്വാർട്ടർലി റിസൾട്ട് ആണ് അവരുടെ വന്നിരിക്കുന്നത്. ഗ്ലെൻമാർക്ക് ഫാർമ 6% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ക്വാർട്ടർലി റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോ ഇങ്ങനെയുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്ന. എന്തായാലും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഗ്ലോബൽ US മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാറ്റ ലൈവ് മാർക്കറ്റായിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന്റെ ഇടയിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവില്ല. എന്തായാലും US മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 22,029 ട്രേഡിംഗ് നടക്കുന്നത്. 12 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത്. ജപ്പാന്റെ നിക്കി 454 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സും ചൈനയുടെ 65 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓവറോൾ വേൾഡ് മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മോഡിലേക്ക് ഇടയിൽ വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 66 പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 159 പോയിന്റിന് അഥവാ 0.73% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,907 നിന്നും 4 പോയിന്റ് ലാഭത്തോടു കൂടി 21,911 മാർക്കറ്റ് അവസാനിച്ചത്. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. ഇനി 5 ദിവസത്തെ ഡാറ്റയായിട്ട് അല്ലെങ്കിൽ 5 ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്കുകൾ 16 സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിൽ അവസാനിച്ചപ്പോൾ 34 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. M&M, BPC എന്ന NTPC പവർ ഗ്രിഡ് ഈ സ്റ്റോക്കുകളാണ് ഇന്ന് ശരിക്കും നിഫ്റ്റിയെ ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് ആക്സിസ് ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റല്, ITC, നെസ്ലെ ഇന്ത്യ ഈ കമ്പനികളൊക്കെ തന്നെ നിഫ്റ്റിയെ താഴോട്ട് വലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരാഴ്ചയിൽ കഴിഞ്ഞ 7 ദിവസത്തെ ഡാറ്റ നോക്കി, 7 ട്രേഡിംഗ് ഡേയ്സ് അല്ല 5 ട്രേഡിംഗ് ഡേയ്സിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 10 പോയിന്റ് നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതേസമയത്ത് ഫെബ്രുവരി മാസത്തിൽ ഇതുവരെയായിട്ട് 130 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വിക്സ് കണ്ടിന്യൂസ്ലി സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ്. ഇന്ന് 1.36% കുറഞ്ഞിട്ട് 15.23 അവസാനിച്ചിരിക്കുന്നത്. വിക്സ് കുറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണെന്നുള്ളത്. ഒന്ന്, ഓപ്ഷന്റെ പ്രീമിയം കുറയും, ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ. രണ്ടാമത് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റിയും കുറയും. വൺ സൈഡ് മൂവ്മെന്റ് ഒക്കെ കിട്ടുമ്പോൾ നല്ല രീതിയിൽ വരും. പക്ഷെ ഡൗൺ മൂവ്മെന്റ് സ്വിങ്ങുകൾ കുറവായിരിക്കും. ഇത് നല്ലൊരു വിക്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഇൻട്രാഡേയിൽ. അതേപോലെ ഇന്നലെ നിഫ്റ്റിയുടെ CPR ഇന്നത്തേത് CPR വൈഡ്
നിഫ്റ്റിയുടെ CPR ആയിരുന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. അതായത് പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഡാറ്റ നമ്മളോട് പറയുന്നത്. ഇനി ഓവറോൾ എന്താ പറയാ മാർക്കറ്റ് അപ്ഡേറ്റ്സ് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്ലോസ് ഓപ്പണിംഗിൽ നിന്ന് 191 പോയിന്റിന്റെ ഗ്രോത്ത് ആണ് കിട്ടിയത്. ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ 43 പോയിന്റിന്റെ ഒരു പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയത്. സെൻസെക്സ് ഇന്ന് നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 11 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്ന് സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഓപ്പണിംഗിൽ നിന്നാണ് കേട്ടോ. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 11 പോയിന്റ്. ഈ ഡാറ്റയിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം കൃത്യമായിട്ടല്ല ഇവിടെ കാണിക്കുന്നത് മിഡ് ക്യാപ്പിന്റെ ഡാറ്റ. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ദെൻ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $76.35 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 2-3 ദിവസമായിട്ട് കുറഞ്ഞു വരുന്നത്. അതേസമയത്ത് ഗോൾഡ് റേറ്റ് വർദ്ധിക്കുകയാണ്. ഇതിൽ $2002 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറുതായിട്ട് വീണ്ടും സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലെ 83 രൂപ 2 പൈസ ഉണ്ടായത്. ഇന്ന് 83 രൂപ 4 പൈസയാണ് ഒരു US$ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,657 കോടിയുടെ ബൈങ്ങും 16,722 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 3,064 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 11,791 കോടിയുടെ ബൈങ്ങും 9,615 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 2,276 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 787 കോടിയുടെ ലാഭമെടുപ്പ് നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാഭമെടുപ്പ് നടത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 14,171 കോടി രൂപയുടെ ലാഭമെടുപ്പാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,722 കോടിയുടെ ബൈങ് ആണ് മാർക്കറ്റിൽ ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനാണ് അവർ പരമാവധി ശ്രമിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ 1,650 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്നും എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ സെക്ടറുകളും നിഫ്റ്റി PSU ബാങ്ക് 3.27% പ്രോഫിറ്റ് ഉണ്ടാക്കി. നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി FMCG ഈ 3 സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഓട്ടോബീസ് ഇന്ന് 2.21% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഫാർമ ബീസ് ആണ് ഇന്ന് നെഗറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആസ്റ്റർ DM ഇന്ന് 7.22% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ വേദാന്ത ലിമിറ്റഡ് 4.17% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ആസ്റ്റർ DM, M&M, ഹിന്ദ് പെട്രോ, എംഫോസിസ്, ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, BPCL, NTPC, പവർ ഗ്രിഡ്, ONGC, ബാങ്ക് ഓഫ് ബറോഡ, കുമിൻസ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ വേദാന്ത ലിമിറ്റഡ്, മുത്തൂറ്റ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ, ITC, നെസ്ലെ ഇന്ത്യ, AU ബാങ്ക്, ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, സൺ ഫാർമ, SBI കാർഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,389 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 747 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.05 ആയിട്ട് തുടരുകയാണ്. അതായത് ബുള്ളിഷ് മോഡിൽ തന്നെ തുടരുകയാണ്. 21,911 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 106 പോയിന്റ് മുകളിലായിട്ട് 22,017 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ 22,000 33 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 21,700 36 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിനെ മുകളിലോട്ട് തള്ളിവിടാനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് ശ്രമിക്കുന്നത്. കാരണം 33 കോളും ആണുള്ളത്. അപ്പൊ താഴെയാണ് റൈറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.14 ആയിട്ട് ബുള്ളിഷ് ആയിട്ട് തുടരുകയാണ്. 46,219 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 221 പോയിന്റ് മുകളിലായിട്ട് 46,440 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഫ്യൂച്ചറിന്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് നോക്കാം. 47,000 22 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 46,000 24 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. പുട്ടാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം, ഉറപ്പിക്കാൻ പറ്റില്ല. ദെൻ ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6,767 രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1.13%. നിഫ്റ്റിയിൽ ബ്രേക്ക് ഈവൻ ആയി ഒരു 1% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ് 1% ഒരു പ്രോഫിറ്റ് മാത്രമാണ് അതിൽ വന്നത്. ഫിൻ നിഫ്റ്റിയിൽ 3.5% ലോസ് ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 735 രൂപയുടെ അത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി എന്നേ ഉള്ളൂ. ബ്രോക്കറേജ് കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല.
സെൻസെക്സിൽ ഇന്ന് 646 രൂപയുടെ ഒരു ലോസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 5.2% ലോസ് ആണ് ഇന്ന് ഉണ്ടാക്കിയത്. എടുത്തതൊക്കെ പർട്ടിക്കുലർ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു പോയത്. ഈ മാസത്തെ പെർഫോമൻസ് 19.42% പ്രോഫിറ്റ് ആണ് ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി 10% കൂടുതലുണ്ട്. ബാങ്ക് നിഫ്റ്റി 30% കൂടുതലുണ്ട്. ഫിൻ നിഫ്റ്റി 14% കൂടുതലുണ്ട്. മിഡ് ക്യാപ്പ് ആണ് ഈ മാസം ബ്രേക്ക് ഈവൻ ആയി നിൽക്കുന്നത്. ഇനിയും കുറെ ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു സംഭവമായിട്ട് ചിന്തിക്കേണ്ടതില്ല. സെൻസെക്സ് 11% കൂടുതൽ പ്രോഫിറ്റ് ഈ മാസം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 45% കൂടുതൽ പ്രോഫിറ്റ് ഈ മാസം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാം. ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തിൽ റാസ് ലെവൽസ് വളരെ നീറ്റായിട്ടും വളരെ മനോഹരമായിട്ട് ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ ആകെ ഒരേ ഒരു കാര്യം ഇന്നലെ പറഞ്ഞത് ഇന്നലത്തെ ഒരു റേഞ്ചിൽ നിന്നും മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകും എന്നാണ് റാസ് ലെവൽസ് നമുക്ക് സൂചന തന്നത്. സോ ആ രീതിയിൽ തന്നെ വളരെ സിമ്പിൾ ഇന്നലത്തെ ഡേ ലോയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് നേരെ കയറി അങ്ങ് സോറി ഇന്നലത്തെ അല്ല ഇന്നലത്തെ ഡേ ഹൈയില് സപ്പോർട്ട് എടുത്ത് താഴോട്ട് വന്നു. CPR-നെ അല്ലെങ്കിൽ നോ ട്രേഡ് സോൺ R1-ലേക്ക് വന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് കയറി നേരെ പോയിട്ട് യെസ്റ്റർഡേ ഹൈയിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തിരിച്ച് നേരെ കയറിപ്പോയി. ഇന്നലത്തേതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്ന് മാർക്കറ്റ് തന്നിട്ടുണ്ട് എന്നാണ്. വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇന്നലത്തെ മൂവ്മെന്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇന്നത്തെ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. അപ്പോ ഇന്നത്തെ ഒരു മൂവ്മെന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെൻസെക്സ് റാസ് ലെവൽസ് എന്ത് പറയുന്നത് നോക്കാം. റാസ് ലെവൽസ് പറയുന്നത് ഇന്നത്തെ റേഞ്ചിനേക്കാളും മുകളിലോട്ടും താഴോട്ടും വൈഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അതായത് ഹൈ വൊളാറ്റിലിറ്റി ആണ് സെൻസെക്സ് സൂചിപ്പിക്കുന്നത്. റാസ് ലെവൽസ് നമ്മളോട് സൂചിപ്പിക്കുന്ന സെൻസെക്സിൽ അതായത് ഇന്നത്തെ ഡേ ലോവിനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ലോ. ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ. അപ്പൊ അതിനർത്ഥം താഴോട്ടും മുകളിലോട്ടും ഒന്നുകിൽ ഇത് വളരെ നാരോ റേഞ്ചിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപ്പ് ഡൗൺ മൂവ്മെന്റ്സ് നല്ല രീതിയിൽ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി നോ ട്രേഡ് സോണും CPR-ന്റെയും കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നോ ട്രേഡ് സോണിൽ നിന്നും താഴോട്ടാണ് CPR പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെന്റിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവം, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും, ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 72,000-ന്റെ മുകളിലാണ്. സോ ഇനി മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയാലും 71,924-ന്റെ താഴോട്ട് പോയാൽ മാത്രമേ ഒരു പുട്ടിലേക്കുള്ള പൊസിഷൻ എടുക്കാൻ പാടുള്ളൂ. അതിന് മുൻപേ എടുക്കാൻ പാടില്ല. കാരണം 71,924 എന്നുള്ളത് നല്ല ഒരു രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ലെവലാണ്. സോ 924 വരെയും വാച്ച് ചെയ്യുക. 900 ഒക്കെ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്ന ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ പുട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് നേരെ യൂട്ടേൺ എടുത്ത് മുകളിലോട്ട് തന്നെ പോകും. ഇൻ കേസ് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്. 72,000-ന്റെ മുകളിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നാളെ ഓപ്പൺ ആവുക. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ 72,630 വരെയുള്ള ഒരു നല്ലൊരു ഡീസന്റ് മൂവ്മെന്റ് ഇതിൽ കിട്ടും. അപ്പോ ആ ഒരു ഇതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റിനെയാണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നതും. ഇപ്പൊ ഇന്ന് കണ്ടില്ലേ, ഇന്നലത്തെ ആ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇന്നും മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ നാളെയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് ഒരു 72,600 ലെവലിലേക്ക് കയറിപ്പോകും. ഇൻ കേസ് ഞാൻ പറഞ്ഞതിന്റെ എഗെയിൻസ്റ്റ് പോവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിൽ മുകളിലോട്ട് പോവാണെങ്കിൽ 72,600 വരെയും ടാർഗറ്റ് പ്രതീക്ഷിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗിൽ താഴോട്ട് വരികയാണെങ്കിൽ 71,924 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രം പുട്ടിലേക്ക് പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അത് യൂട്ടേൺ അടിച്ചിട്ട് മുകളിലോട്ട് പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് കൃത്യമായി വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡിലേക്ക് പോവുക. അതൊരു ട്രാപ്പ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് സെൻസെക്സിൽ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു അപ്വേർഡ്സ് ഉള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നാളെ തരും എന്നാണ്. ആകെ നമുക്കൊരു പാരയായിട്ട് വരുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. അപ്പൊ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരുന്നുണ്ടെങ്കിൽ 72,600 ഒക്കെ അവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു നോ ട്രേഡ് സോണിനെ CPR-നെ ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങി വരുന്ന ഒരു പ്രതിഭാസം നാളെ കാണും. എന്തായാലും
ഒന്നുകിൽ നാരോ റേഞ്ച് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള അപ്പ് ഡൗൺ മൂവ്മെന്റ് നാളെ മാർക്കറ്റിൽ കാണാൻ സാധിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. ഇനിയും ഈ നമ്മുടെ ഈ വീഡിയോയിൽ ഒരുപാട് സെഗ്മെന്റുകൾ ഇനിയും കൂട്ടിച്ചേർക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡാറ്റയുടെയൊക്കെ ആക്യുറസി കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ കുറെ കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പ്രീ മാർക്കറ്റ് സെഷൻ രാവിലെ ചെയ്യാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിനെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആൾക്കാർ ഒരുപാട് പേര് കാണണം എന്നതിനേക്കാൾ കൂടുതൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇതിനകത്ത് വേണം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ അതെന്നെ സഹായിക്കും. ഒരുപാട് ആൾക്കാർ കാണുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഏതായാലും ഇതിനായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ വീഡിയോ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ റാസിൽ വെൽസും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ അവിടെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷന് ചിലപ്പോൾ നിങ്ങൾ വിജയിയായേക്കാം. കൂടാതെ തിരുവനന്തപുരത്ത് ഒരു ക്ലാസ് ചെയ്യാമോ എന്ന് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. 10-16ഓളം പേര് ഇതുവരെയായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ ക്ലാസ് നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ എന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. അതിൽ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് വേണം എന്ന രീതിയിൽ ക്ലാസ് ആക്കിയതാണ്. അല്ലാണ്ട് സ്ഥിരമായിട്ട് പോയി ക്ലാസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയല്ല. പക്ഷെ ഇത്രയും പേര് പറയുന്നത് ഇപ്പോൾ അവർ ഹോള് കാര്യങ്ങളൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എത്ര പേര് ഉണ്ടാകും എന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് അത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നോക്കാമായിരുന്നു. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.